അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ. Okay, the northern plain has been formed by the interplay of the three major river systems. എന്ന് പറയുമ്പോൾ ഈ നോർത്തേൺ പ്ലെയിൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായത് തന്നെ, ആ ഒരു പ്ലെയിൻ ഉണ്ടായത് തന്നെ ഏതൊക്കെ റിവേഴ്സ് കൂടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഡസ് and Ganga river, Brahmaputra along with their tributaries എന്നാണ് പറയുന്നത്. എന്താണ് മക്കളെ? The northern plain has been formed. northern plain ഉദ്ഭവിച്ചത് ഏതൊക്കെ റിവേഴ്സിന്റെ ഇതുകൊണ്ടാണ്, റിവേഴ്സിനെ കൊണ്ടാണ് ആ ഒരു നോർത്തേൺ പ്ലെയിൻ ഉണ്ടായത്. ഏതൊക്കെ റിവേഴ്സ് കൂടിയിട്ടാണ് നോർത്തേൺ പ്ലെയിൻ സിറ്റുവേറ്റഡ് ആയത്? ഇറ്റ് ഈസ് ഇൻഡസ് റിവർ, second one Ganga river, and third one is Brahmaputra along with their tributaries. അപ്പോ നോർത്തേൺ പ്ലെയിൻ എന്നത് വന്നത് തന്നെ ഏതൊക്കെ റിവേഴ്സ് ഒത്തുകൂടിയിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻഡസ് റിവർ, ഗംഗ റിവർ ആൻഡ് ബ്രഹ്മപുത്ര along with their tributaries എന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു പ്ലെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആൻഡ് ദിസ് പ്ലെയിൻ ഇസ് ഫോംഡ് ഓഫ് അലൂവിയൽ സോയിൽ. എന്ത് ടൈപ്പ് ഓഫ് സോയിൽ ആണ് നോർത്തേൺ പ്ലെയിൻസിലുള്ള കുട്ടികളെ? ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് അലൂവിയൽ സോയിൽ. അല്ലെ, അലൂവിയൽ സോയിൽ ആണ് നോർത്തേൺ പ്ലെയിൻസിൽ കൂടുതലായിട്ട് ഉള്ളത് എന്ന് പറഞ്ഞു. ആൻഡ് ദ ഡെപ്പോസിഷൻ ഓഫ് അലൂവിയം ഇൻ എ വാസ്റ്റ് ബേസിൻ ലൈങ് അറ്റ് ദ ഫുട് ഹിൽസ് ഓഫ് ഹിമാലയ ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ് ഫോം ദിസ് ഫെർട്ടൈൽ പ്ലെയിൻ. എന്ന് വെച്ചാല് കൂടുതൽ അലൂവിയം എവിടെ ഉണ്ടായിരുന്നു? ഇതിന്റെ കൂടുതലായിട്ട് ഈ ഫുട് ഹിൽസ് ഓഫ് ഹിമാലയസിൽ കൂടുതലായിട്ട് കുറെ കാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഹിമാലയൻ റേഞ്ചസിൽ ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അലൂവിയം എവിടെ ഉണ്ടായിരുന്നു? ദ ഫുട് ഹിൽസ് ഓഫ് ഹിമാലയൻ റേഞ്ചസിൽ കൂടുതലായിട്ട് കുറെ വർഷങ്ങളായിട്ട് എന്തുണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്ത് ഈ ഒരു ഫെർട്ടൈൽ പ്ലെയിൻ, നോർത്തേൺ പ്ലെയിൻ അവിടെ ഫോം ചെയ്തത് എന്ന് പറയുന്നു. അലൂവിയം സോയിൽ കൂടുതലായിട്ട് ഫുട് ഹിൽസ് ഓഫ് ഹിമാലയൻ റേഞ്ചസിൽ കുറെ വർഷങ്ങളായിട്ട് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് എല്ലാം കൂടെ കൂടിയിട്ടാണ് നോർത്തേൺ പ്ലെയിൻ ഉണ്ടായതെന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, ഈ പ്ലെയിൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് അലൂവിയം സോയിലാണ്. പണ്ട് കുറെ വർഷങ്ങൾ മുതലേ അലൂവിയം സോയിൽ ഹിമാലയൻ റേഞ്ചസിൽ കവർ ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് എന്ത് വന്നത്? ഫെർട്ടൈൽ പ്ലെയിൻ ആയിട്ടുള്ള നോർത്തേൺ പ്ലെയിന് പിന്നെ അവിടെ ഡെവലപ്പ് വന്നത് എന്നതാണ് പറയുന്നത്. ഓക്കെ, എത്ര ഏരിയ ആണ് നോർത്തേൺ പ്ലെയിൻ സ്പ്രെഡ് ആയിട്ടുള്ളത് എന്ന് നോക്കിയാലോ. എത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട് നോർത്തേൺ പ്ലെയിന്? ഇറ്റ് ഈസ് 7 lakh square kilometer. ഇറ്റ് സ്പ്രെഡ്സ് ഓവർ ആൻ ഏരിയ ഓഫ് 7 lakh square kilometer എന്നാണ് പറയുന്നത്. അല്ലെ, ഈ ഒരു നോർത്തേൺ പ്ലെയിൻ കവർ ചെയ്യുന്ന എത്ര ഏരിയ എന്ന് പറയുന്ന മക്കൾ, എത്ര വിസ്തൃതിയാന്നാ പറയുന്നത്? ഇറ്റ് ഈസ് 7 lakh square kilometer ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു പ്ലെയിനിൽ കൂടുതലുള്ളത് ഈ ഒരു പ്ലെയിൻ നോർത്തേൺ പ്ലെയിൻ ഫോം ചെയ്യാനുള്ള കാരണം തന്നെ അലൂവിയൽ സോയിലാണ്. എന്തുകൊണ്ടാണ്? കൂടുതൽ ഹിമാലയൻ റേഞ്ചസിൽ അലൂവിയൽ സോയിൽ കുറെ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നോർത്തേൺ പ്ലെയിൻ അവിടെ ഫോം ചെയ്തത് എന്ന് പറയുന്നു. പിന്നെ എത്ര വിസ്തൃതി ഏരിയ ആണ് ഈ ഒരു നോർത്തേൺ പ്ലെയിൻ ഉള്ളത് എന്ന് പറയുന്ന മക്കളെ? ഇറ്റ് ഈസ് 7 lakh square kilometer ആണ് അല്ലെ. ആൻഡ് നെക്സ്റ്റ്, and the plain being about 2400 kilometer long and 240 to 320 kilometer broadുമാണ് എന്നാണ് പറയുന്നത്. അല്ലെ, അതിന്റെ പ്ലെയിനിന്റെ എത്ര വീതി, അതിന്റെ ആ ഒരു പ്ലെയിന്റെ വീതി എത്രയാണെന്നാ പറയുന്ന മക്കളെ? നോർത്തേൺ പ്ലെയിന്റെ വീതി 2400 kilometer ലോങ് ആണ് ആ ഒരു നോർത്തേൺ പ്ലെയിൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എത്ര ബ്രോഡ് ആണെന്നാ പറയുന്നത്? ഇറ്റ് ഈസ് 240 to 320 kilometer ബ്രോഡ് ആണെന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്തത് അലൂവിയൽ സോയിൽ മൂലമാണ്. കൂടുതൽ അലൂവിയൽ സോയിൽ ഹിമാലയൻ റേഞ്ചസിൽ പണ്ട് കുറെ കാലങ്ങളായിട്ട്, കുറെ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നോർത്തേൺ പ്ലെയിൻ ഇന്ത്യയിൽ ഫോം ചെയ്തത്. ഓക്കെ, എത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട് നോർത്തേൺ പ്ലെയിൻ എന്നാണ് പറയുന്നത്? ഇറ്റ് 7 lakh square kilometer കവർ ചെയ്യുന്നുണ്ട് നോർത്തേൺ പ്ലെയിൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയിനിന്റെ എത്ര വീതി, അല്ലെ, എത്ര വീതിയാണ് ആ ഒരു പ്ലെയിൻ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 2400 kilometer ആണെന്ന് മക്കൾ ഓർക്കുക. ആൻഡ് ഇത് എത്ര ബ്രോഡ് ആണെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 240 to 320 kilometer ബ്രോഡ് ആണെന്ന് ഓർക്കുക കേട്ടോ.
അതുപോലെ തന്നെ നോർത്തേൺ പ്ലെയിൻ ഏരിയ എന്ന് പറയുന്നതിന്റെ മറ്റൊരു സവിശേഷത എന്താന്ന് ചോദിച്ചാൽ മക്കളെ, ഇറ്റ് ഈസ് എ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ. എന്ന് വെച്ചാൽ കുറെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, കൂടുതൽ ജനസംഖ്യ കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു എന്ത്, നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ. ഓക്കെ, വിത്ത് നെക്സ്റ്റ് പോയിന്റ്, വിത്ത് എ റിച്ച് സോയിൽ ഓഫ് കവർ കമ്പൈൻഡ് വിത്ത് adequate water supply and favorable climate. ഇവിടുത്തെ വെതറിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. വെതർ കണ്ടീഷൻ എങ്ങനെയാണെന്നാ പറയുന്ന മക്കളെ അല്ലെ. നോർത്തേൺ പ്ലെയിനിന്റെ വെതർ ഡിവിഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ്? റിച്ച് സോയിൽ, നല്ല ഫലഭൂഷ്ഠത നിറഞ്ഞ സോയിൽ, മണ്ണാണ് അവിടെ എന്നാ പറയുന്നത്. പിന്നെ എന്താണ്, അതിനൊക്കെ തക്കതായിട്ടുള്ള ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ ഉണ്ട്, ആവശ്യം തോറും എന്തുണ്ട്, ജലമുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫേവറബിൾ ക്ലൈമറ്റ് ആണ്, ഏതൊരു ക്രോപ്പിനും അല്ലെ, ഏതൊരു ധാന്യങ്ങൾക്കും വളരാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയും കൂടി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തൊക്കെയാ പറയുന്നത്? വിത്ത് റിച്ച് സോയിൽ ആൻഡ് ആഡിക്വേറ്റ് വാട്ടർ ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ് ആണ് എന്തിന്റെ വെതർ ഫീച്ചേഴ്സ് ഓഫ് നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, rich soil cover combined with adequate water and favorable climate എന്ന് ഓർത്ത് വെക്കുക കേട്ടോ മക്കളെ. ആൻഡ് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അഗ്രികൾച്ചറലി പ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഇന്ത്യ ആണ്. ഏത് ഏരിയ? നോർത്തേൺ പ്ലെയിൻ അല്ലെ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നോർത്തേൺ പ്ലെയിൻ അഗ്രികൾച്ചറലി പ്രൊഡക്റ്റീവ് പാർട്ട് ആണെന്ന് പറയാൻ കാരണം എന്താണ്? അതിന്റെ വെതർ കണ്ടീഷൻ എന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് എ റിച്ച് സോയിൽ അല്ലെ, ഫലഭൂഷ്ടമായ സോയിൽ ഉണ്ട്, മണ്ണുണ്ട്, ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ ഉണ്ട്, ഫേവറബിൾ ക്ലൈമറ്റും ഉണ്ട്. അപ്പൊ അവിടെ എന്താണ്, കൾട്ടിവേഷൻ ഈസി ആയിട്ട് നടക്കൂലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നോർത്തേൺ പ്ലെയിനെ ഇറ്റ് ഈസ് എൻ അഗ്രികൾച്ചറലി പ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതെന്ന് നോക്കുക. ഓക്കെ, and the rivers coming from northern mountains are involved in depositional work. ഇവിടെ പലതരത്തിലുള്ള ഡെപ്പോസിഷണൽ വർക്ക് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഡെപ്പോസിഷണൽ വർക്ക് നടക്കാൻ കാരണം എന്താണ്? ഈ ഒരു നോർത്തേൺ മൗണ്ടെയിൻസിലുള്ള റിവർ അവിടെ ഒഴുകി എത്തുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ഡെപ്പോസിഷണൽ വർക്ക് കൂടുതലായിട്ട് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, in the lower coast, due to gentle slope, the velocity of the river decreases, which results in the formation of riverine islands. ഇതിന്റെ ലോവർ കോസ്റ്റ്, ലോവർ പാർട്സിലൊക്കെ ഈ ഒരു റിവറിന്റെ, നദിയുടെ വെലോസിറ്റി കുറയുകയും സ്പീഡ് കുറയുകയും അവിടെ എന്ത് ഫോം ചെയ്യുന്ന, ഫോർമേഷൻ ഓഫ് റിവറൈൻ ഐലൻഡ്സ് ഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇൻ ദ ലോവർ കോസ്റ്റ് ഡ്യൂ ടു ജെന്റിൽ സ്ലോപ്പ് അല്ലെ, ജെന്റിൽ സ്ലോപ്പ് ആയതുകൊണ്ട് the velocity of the river decreases, റിവറിന്റെ വെലോസിറ്റി കുറയുകയും and which results in the formation of riverine islands. അവിടെ എന്ത് ഫോം ചെയ്യുന്ന പറയുന്ന മക്കൾ, അവിടുത്തെ റിവേഴ്സിന്റെ വെലോസിറ്റി കുറയുകയും അവിടെ പിന്നെ എന്ത് ഫോം ചെയ്യുന്ന പറയുന്ന റിവറൈൻ ഐലൻഡ്സ് ഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, the rivers in their lower course split into numerous channels due to the deposition of silt. എന്ന് വെച്ചാൽ ഇവിടെയുള്ള റിവേഴ്സ്, ലോവർ കോസ്റ്റിലുള്ള റിവേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അത് കുറെ ചാനൽസ് ആയിട്ട് ഈ റിവേഴ്സ് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് അപ്പ് ആവും, പല വൈക്കിയാവും. ഓക്കെ, അങ്ങനെ അത് എന്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പറയുന്ന മക്കളെ, ഇറ്റ് ഇസ് സിൽട്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ചാനൽസ് ആർ നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടറീസ് അല്ലെ. പല റിവേഴ്സ് പല ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല ചാനൽസ് ആയിട്ട് വേർതിരിയുകയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, സിൽട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര കാര്യങ്ങളാണ് പറയുന്നത്. റിവേഴ്സ് കമ്മിങ് ഫ്രം നോർത്തേൺ മൗണ്ടെയിൻസ്, നോർത്തേൺ മൗണ്ടെയിൻസിൽ വരുന്ന റിവേഴ്സ് എന്തിലും ഇൻവോൾവ് ആണെന്നാ പറയുന്നത്, ഇറ്റ് ഈസ് ദ ഡെപ്പോസിഷൻ ഓഫ് സിൽട്ട് അല്ലെ.
അപ്പൊ ഈ ലോവർ കോഴ്സിലൊക്കെ ലോവർ പാർട്ടിലൊക്കെ എന്താണ് ഈ റിവറിന്റെ വെലോസിറ്റി കുറയുകയും അവിടെ എന്ത് ഫോം ചെയ്യുന്ന പറയുന്ന മക്കളെ റിവറൈൻ ഐലൻഡ്സ് ഫോം ചെയ്യും എന്നാണ് പറഞ്ഞത്. ആൻഡ് ദ റിവേഴ്സ് ഇൻ ദി ലോവർ കോഴ്സ് സ്പ്ലിറ്റ് ഇൻ ടു ന്യൂമറസ് ചാനൽസ്, പല ചാനൽസ് ആയിട്ട് പല ഭാഗങ്ങളായിട്ട് അത് വേർതിരിയും. അതിനെ പറയുന്ന പേരെന്താണ് മക്കളെ? ഡിസ്ട്രിബ്യൂട്ടറീസ് എന്നാണ് അതിനെ പറയുന്ന പേര്. പല ചാനൽസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ആവുകയും എന്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? സിൽട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, SILT. ആൻഡ് ദിസ് ചാനൽസ്, പല ചാനൽസ് ആയിട്ട് അത് വേർതിരിയും എന്ന് പറഞ്ഞല്ലോ. എന്ത് വേർതിരിയും? റിവേഴ്സ് വേർതിരിയും എന്ന് പറഞ്ഞല്ലോ. അതിന്റെ പേരെന്താണ് മക്കളെ? ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടറീസ് അല്ലെ. ഡിസ്ട്രിബ്യൂട്ടറീസ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ. And the northern plain is broadly classified into 3 sections. 3 sections ആയിട്ടാണ് northern plain വിഭജിച്ചിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് നോക്കിയാലോ? First one, the western part of northern plain is referred to as Punjab plains. Okay, എന്ന് വെച്ചാൽ northern plainന്റെ വെസ്റ്റേൺ പാർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? പഞ്ചാബ് പ്ലെയിൻസ് എന്നാണ് അല്ലെ. ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് നോർത്തേൺ പ്ലെയിൻസ് ഇസ് നോൺ ആസ് പഞ്ചാബ് പ്ലെയിൻസ്. ആൻഡ് ഇതെങ്ങനെയാണ് ഈ ഒരു പഞ്ചാബ് പ്ലെയിൻസ് ഫോം ചെയ്ത് നമുക്ക് നോക്കിയാലോ? നമ്മൾ പറഞ്ഞു റിവേഴ്സ് ആണ് ഈ ഡെപ്പോസിറ്റിന് വർക്ക് ഇതാക്കിയിട്ട് അവിടെ എന്താവുന്നത്? സിൽട്ട് ഫോം ചെയ്യുന്ന, അതിനെ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് വിളിച്ചു. അപ്പൊ ഏതൊക്കെ റിവേഴ്സ്ഡ് ആയിട്ടാണ് ഈ ഒരു പ്ലെയിൻ വന്നത് നമുക്ക് നോക്കിയാലോ? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ദ ലാർജർ പാർട്ട് ഓഫ് ദ പ്ലെയിൻ ലൈസ് ഇൻ പാകിസ്ഥാൻ. ഇത് ഫോം ചെയ്തത് ഏതൊക്കെ റിവേഴ്സ് ആണ് ഇതിനെ ഫോം ചെയ്യാൻ സഹായിച്ചതെന്ന് പറയുന്നത്? ഇൻഡസ് അല്ലെ, ഇൻഡസ് റിവർ ആണെന്ന് പറയുന്നത്. ഇൻഡസും അതിന്റെ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആൻഡ് ഇറ്റ്സ് ചാനൽസ്. ആൻഡ് ദ ലാർജർ പാർട്ട്, ഈ ഒരു പ്ലെയിനിന്റെ വലിയൊരു ഭാഗം തന്നെ ഫോം ചെയ്യാൻ സഹായിച്ചത് ഇൻഡസ് റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആണെന്ന് ഓർക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയിന്, നോർത്തേൺ പ്ലെയിന്റെ വലിയൊരു ഭാഗം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് കൺട്രിയിലാണെന്ന് പറയുന്നത്? പാകിസ്ഥാനിലാണെന്നാണല്ലേ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ലാർജർ part of this plain lies in Pakistan. Okay, and the Indus and its tributaries, the Jhelum, the Chenab, the Ravi, and the Beas and the Satluj originate in the Himalaya. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ ലാർജർ പാർട്ട്, നോർത്തേൺ പ്ലെയിന്റെ ലാർജർ പാർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനിലാന്ന് പറഞ്ഞു. അതിനെ സഹായിച്ചുള്ള ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആണ് അതിനെ സഹായിച്ചത് എന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു നോർത്തേൺ പ്ലെയിന്, ആ ഒരു ഭാഗത്ത് ലാർജർ പാർട്ട് ഓഫ് നോർത്തേൺ പ്ലെയിന് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സഹായിച്ചത് ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇൻഡസ് റിവർ ആണെന്നറിയാം. അതിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ദ ജീലം ആൻഡ് ദ ചിനാബ്, ദ രവി, ദ ബീസ് ആൻഡ് ദ സട്ലജ് ഒക്കെയാണ് എന്ത്? ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്ന അതിന് ബാക്കിയുള്ള റിവേഴ്സ്. ഓക്കെ, ആൻഡ് ദിസ് സെക്ഷൻ ഓഫ് ദ പ്ലെയിൻ ഇസ് ഡൊമിനേറ്റഡ് ബൈ ദ ഡോബ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നോർത്തേൺ പ്ലെയിൻ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന് വെസ്റ്റേൺ പാർട്ട് ഓഫ് അല്ലെ, നോർത്തേൺ പ്ലെയിന്റെ വെസ്റ്റേൺ പാർട്ടിനെ പറയുന്ന പേരെന്താണെന്നാ പറയുന്നത്? പഞ്ചാബ് പ്ലെയിൻസ് ആണെന്നാ പറയുന്നത്. ഈ പഞ്ചാബ് പ്ലെയിൻസ് ഫോം ചെയ്യാൻ സഹായിച്ചത് ഏത് റിവർ ആണെന്നാ പറയുന്നത്? ഏത് റിവറും അതിന് ട്രിബ്യൂട്ടറീസും ആണെന്നാ പറയുന്നത്? ഇൻഡസ് റിവർ അല്ലെ. ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറീസിന്റെ പേരെന്താ മക്കളെ? ഏതൊക്കെയാണ്? ജീലം, പറയൂ. ചിനാബ്, രവി, ബീസ് ആൻഡ് സട്ലജ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഓഫ് പ്ലെയിൻ ഇസ് ഡൊമിനേറ്റഡ്. ഈ ഒരു സെക്ഷൻ ഓഫ് പ്ലെയിൻ അല്ലെ, ഈ ഒരു പഞ്ചാബ് പ്ലെയിൻസ് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഡൊമിനേറ്റ് ചെയ്തത് ഡോബ്സ് ആണ് ഡൊമിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. Okay, and the northern plains can be divided into 4 regions. നമുക്ക് ഈ നോർത്തേൺ പ്ലെയിനെ 4 റീജിയൻസ് ആക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നാണ് പറയുന്നത്. ഓക്കെ, the rivers after descending from the mountains deposit pebbles in a narrow belt of about 8 to 16 kilometers in width, lying parallel to the slopes of Shivalik. It is known as Babar.
എന്ന് വെച്ചാല് ഈ റിവേഴ്സ് ഈ മൗണ്ടെയിൻസ് നിന്ന് ഉദ്ഭവിച്ചതിന് ശേഷം എന്ത് ഡെപ്പോസിറ്റ് ചെയ്യും? അതിന്റെ നാരോ ബെൽറ്റിലെ പീബിൾസ്, കുമിളകൾ പോലത്തെ ഡെപ്പോസിറ്റ് ചെയ്യും. പീബിൾസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. എത്ര? ഇറ്റ് ഇസ് അബൌട്ട് 8 to 16 കിലോമീറ്റർ ഇൻ ദ ലൈങ് പാരലൽ ടു ദ സ്ലോപ്സ് ഓഫ് ശിവാലിക്സിലേക്കാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുക. ആ ഒരു സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് ബാബർ എന്നാണ്. ദ റിവേഴ്സ് ദാറ്റ് ഡിസെൻഡിങ് ഫ്രം ദ മൗണ്ടെയിൻസ്, അല്ലെ, മൗണ്ടെയിനിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കുറെ റിവേഴ്സ് ഉണ്ട് അല്ലെ. ആ റിവേഴ്സ് പീബിൾസ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? നാരോ ബെൽറ്റ്. എത്ര? ഇതില് അബൌട്ട് 8 to 16 കിലോമീറ്റർ ഇൻ വിഡ്ത്തിൽ അത് പീബിൾസ് ഡെപ്പോസിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ലൈങ് പാരലൽ. ഇത് എവിടെയാണ് ലൈ ചെയ്യുന്നത്, സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇൻ ദ സ്ലോപ്സ് ഓഫ് ശിവാലിക്സ് എന്ന് ഓർക്കുക. അതിന്റെ പേരാണ് എന്ത്? ബാബർ. അപ്പൊ ഒന്നുകൂടെ പറയാം. ദ റിവേഴ്സ് ആഫ്റ്റർ ഡിസെൻഡിങ് ഫ്രം ദ മൗണ്ടെയിൻസ്, മൗണ്ടെയിൻസ് നിന്ന് ഡിസെൻഡ് ചെയ്തിട്ട് അത് എന്ത് ഡെപ്പോസിറ്റ് ചെയ്യും? റിവേഴ്സ് പീബിൾസ് ഇൻ എ നാരോ ബെൽറ്റ് ഓഫ് അബൌട്ട് എത്ര വിഡ്ത്തില്? 8 to 16 കിലോമീറ്റർ ഇൻ വിഡ്ത്ത് ലൈങ് പാരലൽ ടു ദ, ഇത് എവിടെയാണ് ലൈ ചെയ്യുന്നത്, സിറ്റുവേറ്റ് ചെയ്യുന്നത്? ടു ദ സ്ലോപ്സ് ഓഫ് ശിവാലിക്സ് എന്ന് ഓർക്കുക. അതിനെ പറയുന്ന പേരാണ് ബാബർ. ഓക്കെ, ആ ഒരു ഇത് ആലോചിക്കുക കേട്ടോ. All the streams appear, all the streams disappear in this Babar belt. ഈ ഒരു ബാബർ ബെൽറ്റിൽ എല്ലാ സ്ട്രീംസും ഡിസപ്പിയർ, ഒന്നും ഇല്ലാതെ ഇപ്പൊ അവിടെ ഒരു സ്ട്രീംസും ഇല്ല, എല്ലാം ഡിസപ്പിയർ ആയി പോവും എന്നാണ് പറയുന്നത്. ഓക്കെ, the rivers after descending from the mountains deposit pebbles in a narrow belt of about എത്ര വിഡ്ത്തിൽ? 8 to 16 kilometer in width that is lying parallel to the slopes of Shivaliks and it is known as Babar. അതുപോലെ തന്നെ ബാബറിന്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, ഓൾ ദ സ്ട്രീംസ് ഡിസപ്പിയർ ഇൻ ദിസ് ബാബർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഒരു സ്ട്രീംസും അവിടെ നിലനിൽക്കില്ല, എല്ലാം പോകും എന്നാണ് പറയുന്നത്. എല്ലാം ഡിസപ്പിയർ ആയി പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, the south of this belt, Babar belt, the streams and rivers re-emerge and create a wet, swampy and marshy region known as terrain. എന്ന് വെച്ചാല് ഈ സൗത്ത് ഓഫ് ദിസ് ബെൽറ്റ്, നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ബാബർ ബെൽറ്റിലൊക്കെ സ്ട്രീംസ് ഒക്കെ ഡിസപ്പിയർ ആയി പോകും, ഒന്നില്ലാതെ ഇപ്പോ സ്ട്രീംസ് ഒക്കെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഈ സൗത്ത്, ഈ ഒരു ബെൽറ്റിന്റെ സൗത്ത് സൈഡില്, ബാബർ ബെൽറ്റിന്റെ സൗത്ത് സൈഡില് എന്ത് ചെയ്യും? വീണ്ടും ഈ ഒരു അരുവികളും നദികളും ഒക്കെ അവിടെ ഫോം ചെയ്യും. എന്നിട്ട് അവിടെ എന്ത് ലാൻഡ്, എന്ത് റീജിയൻ അവിടെ ഉണ്ടാക്കും? വെറ്റ് ആയിട്ടുള്ള ലാൻഡ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ടെറൈ എന്ന പേര്, ടെറൈ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ബാബർ ബെൽറ്റിന്റെ സൗത്ത് സൈഡില് എന്ത് ഫോം ചെയ്യും? ഈ ഒരു സ്ട്രീംസും പോയ സ്ട്രീംസും റിവേഴ്സും ഒക്കെ ഒന്നും കൂടെ ഉദ്ഭവിച്ചിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്ന പറഞ്ഞ? വെറ്റ് ആയിട്ടുള്ള, സ്വാമ്പി ആയിട്ടുള്ള മാഷി റീജിയൻ ഫോം ചെയ്യും. ആ ഒരു റീജിയന്റെ പേരാണ് എന്ത്? ടെറൈ എന്ന് പറയുന്നത്. TERAI. ഓർക്കണം കേട്ടോ മക്കളെ. ആൻഡ് ദിസ് വാസ് ഈ ടെറൈ എന്നൊരു റീജിയൻ എങ്ങനെയുള്ള റീജിയൻ ആണ്? ഓക്കെ, Terrain in the region, this was a thicky forested region full of wildlife. എന്ന് വെച്ചാൽ വളരെ തിക്കി ആയിട്ടുള്ള ഫോറസ്റ്റ് റീജിയൻ ആണ് എന്ത്? ടെറൈ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ട് വൈൽഡ് ലൈഫ് അടങ്ങിയിട്ടുള്ള ഒരു തിക്ക് ഫോറസ്റ്റ് ആണ് എന്ത്? നമ്മുടെ ടെറൈ എന്ന് പറയുന്നത്. ടെറൈ എന്ന് പറയുന്ന ലാൻഡിന്റെ റീജിയന്റെ ഫീച്ചർ എന്താണ്? ഇറ്റ് ഈസ് എ വെറ്റ്, സ്വാമ്പി ആൻഡ് മാഷി റീജിയൻ. മറ്റൊരു ഫീച്ചർ എന്താണ്? ഇറ്റ് ഈസ് എ തിക്കി ഫോറസ്റ്റഡ് റീജിയൻ ഫുൾ ഓഫ് വൈൽഡ് ലൈഫ്. ഓർക്കുക. ഓക്കെ, ആൻഡ് ദ ഫോറസ്റ്റ് ഹാവ് ബീൻ ക്ലിയർഡ് ടു ക്രിയേറ്റ് agricultural land and settle migrants from Pakistan after partition. എന്ന് പറയാ ടെറൈ എന്നൊരു ലാൻഡിന്റെ റീജിയൻ നമ്മൾ പറഞ്ഞു. ഈ ഒരു സൗത്ത് ഓഫ് ദിസ് ബെൽറ്റ്, ഏത് ബെൽറ്റ് ആണ്? ബാബർ ബെൽറ്റ് അല്ലെ. ഈ ബാബർ ബെൽറ്റിന്റെ സൗത്ത് സൈഡില് എന്ത്? ഈ ഡിസപ്പിയർ ആയിപ്പോയ സ്ട്രീംസും റിവേഴ്സും വീണ്ടും ഉദ്ഭവിക്കുകയും എന്നിട്ട് അവിടെ എന്ത് ഫോം ആവുകയാണ്? ടെറൈ എന്ന് പറയുന്ന വെറ്റ്
റീജിയൻ, വെറ്റ് ആയിട്ടുള്ള സ്വാമ്പി ആയിട്ടുള്ള മാഷി ആയിട്ടുള്ള ഒരു ലാൻഡ് അവിടെ ഫോം ചെയ്യാണ്, റീജിയൻ ഫോം ചെയ്യാണ്. ആ റീജിയന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദിസ് വാസ് എ തിക്ലി ഫോറസ്റ്റഡ് റീജിയൻ ഫുൾ ഓഫ് വൈൽഡ് ലൈഫ്. അല്ലെ, അതൊരു തിക്കി ആയിട്ടുള്ള ഫോറസ്റ്റഡ് ഏരിയ ആണ്, ഫുൾ ഓഫ് വൈൽഡ് ലൈഫ് അല്ലെ, വൈൽഡ് ലൈഫ് ആനിമൽസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആയിട്ട് മാറുകയാണ് എന്ത്? ടെറൈ എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, പിന്നെ ഈ റീജിയനിൽ മെയിൻലി ഫോറസ്റ്റ് ഏരിയ ആവുമ്പോൾ അവര് ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്തല്ല, എല്ലാം വൃത്തിയാക്കി അവിടെ കൃഷി തുടങ്ങി എന്നാണ് പറയുന്നത്. കൃഷി തുടങ്ങിയത് മെയിൻ ആയിട്ട് ആ ഒരു ലാൻഡ്, അഗ്രികൾച്ചർ ലാൻഡ്, കൃഷിഭൂമി എന്തിനു വേണ്ടി യൂസ് ചെയ്തെന്നാ പറഞ്ഞേ? മൈഗ്രൻസിന് താമസിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ നടന്ന ടൈമിൽ കുറെ മൈഗ്രൻസ്, അഭയാർത്ഥികൾ വന്നല്ലോ, അവർക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലമായി മാറി ഈ ഒരു ടെറൈ ലാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു the larger part of northern plain is formed of older alluvium. അല്ലെ, ഈ നോർത്തേൺ പ്ലെയിന്റെ ലാർജർ പാർട്ട്, വലിയൊരു പ്രദേശം ഫോം ആയത് എന്തിന്റെ ബേസിലാണ്? ഓൾഡർ അലൂവിയൻ ഡെപ്പോസിറ്റ് ബേസിലാണ്. ആൻഡ് ഇറ്റ് ലൈസ് above the flood plains of the rivers, and it lies above the flood plains of the rivers and presents a terrace-like feature. നമ്മൾ പറഞ്ഞു നോർത്തേൺ പ്ലെയിന്റെ വലിയൊരു ഭാഗം ഫോം ചെയ്തത് എന്ത് മൂലമാണ്? ഓൾഡർ അലൂവിയം, പണ്ട് മുതലേ ഉള്ള അലൂവിയൻ ഡെപ്പോസിറ്റ് കാരണമാണ് നോർത്തേൺ പ്ലെയിൻ ഫോം ആയത്. നമ്മൾ പറഞ്ഞു അത് എവിടെയാണ് ഈ ഒരു ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നോർത്തേൺ പ്ലെയിന് ഇറ്റ് ഈസ് മെയിൻലി it is above the flood plains of the river. റിവേഴ്സിന്റെ ഫ്ലഡ് പ്ലെയിൻസിന്റെ above, വലിയ ഉയർച്ചയിലാണ് അത് നിൽക്കുന്നത്. ആൻഡ് ഇറ്റ് പ്രസൻസ് അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്, നോർത്തേൺ പ്ലെയിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മക്കളെ? ഇറ്റ് ഈസ് റേഞ്ചസ് ഒക്കെ നമ്മൾ പറഞ്ഞു, റേഞ്ചസ് എന്ന് പറയുമ്പോൾ ആർച്ച് ഷേപ്പിലാണെങ്കിൽ നോർത്തേൺ പ്ലെയിൻ ഷേപ്പ് ടെറസ് ലൈക്ക് ഫീച്ചർ ആണെന്ന് ഓർക്കുക. ദിസ് പാർട്ട് ഇസ് നോ ടെറസ് ലൈക്ക് ഫീച്ചർ. ഈ ഒരു പാർട്ട്, ലാർജസ്റ്റ് പാർട്ടിനെ പറയുന്ന ബാങ്ക എന്നാണ് അതിന്റെ പേര് കേട്ടോ. അപ്പൊ പറഞ്ഞു ലാർജസ്റ്റ് പാർട്ട് ഓഫ് നോർത്തേൺ പ്ലെയിൻ ഫോം ചെയ്യാൻ കാരണം എന്താണ്? ഓൾഡർ അലൂവിയം സോയിൽ ആണെന്ന് ഓർക്കുക. പിന്നെ ഇത് ലൈസ് ചെയ്യുന്നത് എവിടെയാണ് നിൽക്കുന്നത്? ഇറ്റ് ഇസ് അബൌവ് ദ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് റിവേഴ്സ്. റിവേഴ്സിന്റെ ഫ്ലഡ് പ്ലെയിൻസിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഓർക്കുക. ആൻഡ് ഇതിന്റെ ഫീച്ചർ എന്ന് പറയുന്ന ടെറസ് ലൈക്ക് ഫീച്ചർ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, ആ ഒരു ഭാഗത്തിന്, ആ ഒരു ലാർജർ പാർട്ട് ടെറസ് ലൈക്ക് ഫീച്ചറിന് പറയുന്ന പേരെന്താണ് മക്കളെ? ബാങ്ക എന്നാണ് അതിന്റെ പേര്. എന്താണ്? ബാങ്ക. ഓക്കെ, ആൻഡ് ദ സോയിൽ ഇൻ ദിസ് റീജിയൻ കണ്ടെയ്ൻസ്, അല്ലെ, ഈ ഒരു അലൂവിയൻ സോയിലുള്ള ഈ ഒരു റീജിയനിലുള്ള മണ്ണിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്? അല്ലെ, ഇറ്റ് ഈസ് കാൽക്കേരിയസ് ഡെപ്പോസിറ്റ് അടങ്ങിയിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് കാങ്കർ. ഓക്കെ, എന്ന് പറയുന്ന ഈ ഒരു അലൂവിയൻ സോയിൽ എന്തടങ്ങിയിട്ടുണ്ട് എന്നാ മക്കളെ പറയുന്നത്? ഇറ്റ് ഈസ് കണ്ടെയ്ൻസ് കാൽഷേരിയസ് ഡെപ്പോസിറ്റ് അടങ്ങിയിട്ടുണ്ട്. അതിന് പറയുന്ന പേരെന്താന്ന് പറയുന്നത്? കാൻകർ എന്നാണ് പേര്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു നോർത്തേൺ പ്ലെയിന്റെ വലിയൊരു ഭാഗം ഫോം ചെയ്ത ഓൾഡർ അലൂവിയൻ ഡെപ്പോസിറ്റ് മൂലമാണ്. അത് എവിടെയാണ് ലൈ ചെയ്യുന്നത്? ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് ദ റിവർ ആണ് അല്ലെ. ഓക്കെ, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ടെറസ് ലൈക്ക് ഫീച്ചർ ആണ്. ആ ഒരു ഭാഗത്തിന് പറയുന്ന, ആ ഒരു ലാർജർ പാർട്ടിന് പറയുന്ന പേരാണ് ബാങ്ക എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഒരു അലൂവിയൻ സോയിലില് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്ന് പറയും? എന്തിന്റെ ഡെപ്പോസിറ്റ് ഉണ്ട് എന്നാ പറയുന്നത്? അല്ലെ, ഇറ്റ് ഈസ് കാൽഷേരിയസ് ഡെപ്പോസിറ്റ്. ഓക്കെ, അതിന് പറയുന്ന പേരാണ്, ആ ഒരു കാൽഷേരിയസ് ഡെപ്പോസിറ്റിന്റെ പേരെന്താണ് മക്കളെ? ഇറ്റ് ഈസ് കാൻകർ എന്നാണ് ആ ഒരു ഇതിന്റെ പേര്. ഓക്കെ, and the newer and the younger deposit of the flood plains are called gather. അല്ലെ, അതുപോലെ തന്നെ ഇത് പണ്ടുള്ള ഡെപ്പോസിറ്റ് ആണല്ലോ ഈ അലൂവിയൻ സോയിൽ. അതിൽ വന്ന ഡെപ്പോസിറ്റ് ആണ് കാൽഷേരിയസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് നമ്മൾ കാൻകർ എന്ന് പറഞ്ഞത്. പക്ഷെ ന്യൂറായിട്ട്, പുതിയതായിട്ട് ഒരു ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടായി അല്ലെ, ആ ഒരു ഫ്ലഡ് പ്ലെയിൻസിൽ. അതിനെ പറയുന്നതാണ് കാഡർ എന്ന്. ഓക്കെ, അപ്പൊ കാൻകർ ഓർക്കുക, കാഡർ ഓർക്കുക അല്ലെ. നമ്മുടെ ഈ അലൂവിയൻ ഡെപ്പോസിറ്റിൽ വന്ന കാൽഷേരിയസ് ഡെപ്പോസിറ്റിന്റെ പേരാണ് കാൻകർ. അതുപോലെ തന്നെ പുതിയതായി വന്ന യങ്ങർ ഡെപ്പോസിറ്റ്, ആ ഒരു ഫ്ലഡ് പ്ലെയിൻസിൽ പുതിയതായി വന്ന യങ്ങർ ഡെപ്പോസിറ്റിന്റെ പേരാണ് കാഡർ എന്നും ആലോചിക്കുക കേട്ടോ. അപ്പോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു? നോർത്തേൺ പ്ലെയിൻസിന്റെ
നോർത്തേൺ പ്ലെയിൻ മെയിൻ ആയിട്ട് ഫോം ചെയ്ത അലൂവിയൻ സോയിലാണെന്ന് പറഞ്ഞു. ഇത് വെച്ചാൽ ഈ അലൂവിയൻ സോയിൽ പണ്ട് അല്ലെ കുറെ കാലം തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഫെർട്ടൈൽ പ്ലെയിൻ ഫോം ചെയ്തത് എന്ന് പറഞ്ഞു. അലൂവിയൻ സോയിലിന്റെ ഡെപ്പോസിഷൻ മൂലമാണ് നോർത്തേൺ പ്ലെയിന്റെ ഇത് ഉണ്ടായതെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയാണ് ഈ ഒരു നോർത്തേൺ പ്ലെയിൻ കവർ ചെയ്യുന്നത് പറഞ്ഞത്? ഇത് 7 lakh square kilometer ആണെന്ന് പറഞ്ഞു. ഇത് എത്ര കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്? ഇറ്റ് ഇസ് അബൌട്ട് 2400 kilometer ലോങ് ആണെന്നും അതുപോലെ തന്നെ 240 to 320 kilometer ബ്രോഡ് ആണെന്നും ഓർക്കുക. ആൻഡ് ഇതിന്റെ ഈ ഒരു ഏരിയ നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്ന ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ആണ് അല്ലെ, ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ആ ഒരു കാലാവസ്ഥ അവിടെ അടങ്ങിയിരിക്കുന്ന നോർത്തേൺ പ്ലെയിനിലെ വെതർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മക്കളെ? നമ്മൾ പറഞ്ഞു അല്ലെ, റിച്ച് സോയിൽ അല്ലെ, അതുപോലെ തന്നെ ആഡിക്വേറ്റ് വാട്ടർ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫേവറബിൾ ക്ലൈമറ്റ് ഉണ്ട് അല്ലെ. അതുപോലെ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും പറയുന്നത്? അഗ്രികൾച്ചർ ഫോം ചെയ്യും അല്ലെ. പിന്നെ the rivers coming from northern mountains are involved in depositional work അല്ലെ. അവിടെ depositional works കൂടുതൽ ചെയ്യുന്ന ആരാണ്? റിവേഴ്സ് ആണ് അല്ലെ. അപ്പോ ഇവിടെ ലോവർ കോഴ്സില് ജനറൽ സ്ലോപ്പില് റിവറിന്റെ വെലോസിറ്റി കുറയുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്ന പറയുന്ന റിവറൈൻ ഐലൻഡ്സ് ഫോം ചെയ്യുന്നു പറഞ്ഞു. ഈ റിവേഴ്സ് പല ചാനൽസ് ആയിട്ട് ഡെപ്പോസിഷൻ ഓഫ് സിൽട്ട് ഇതാക്കും. ആ ഒരു ഇതിനെ പറയുന്ന എന്ത്? ഡിവിഷൻസിനെ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ദ നോർത്തേൺ പ്ലെയിൻ ഇസ് ബ്രോഡ്ലി divided into 3 sections. പല 3 sections ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് സെക്ഷൻ, the western part of the northern plain is referred to as, എന്ന് വെച്ചാൽ ഈ ഒരു നോർത്തേൺ പ്ലെയിന്റെ വെസ്റ്റേൺ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പഞ്ചാബ് പ്ലെയിൻസ്. അതെങ്ങനെയാണ് ഫോം ചെയ്തത്? ഇൻഡസ് ആൻഡ് ട്രിബ്യൂട്ടറീസ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്തത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോർത്തേൺ പ്ലെയിന്. ഓക്കെ, ഈ ഒരു പാർട്ട് ലാർജർ പാർട്ട് എവിടെയാണ് നിലനിൽക്കുന്നത്? പാകിസ്ഥാനിലാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇൻഡസ് ആൻഡ് ട്രിബ്യൂട്ടറീസ് ആണ് അതിനെ ഫോം ചെയ്യാൻ സഹായിച്ചത് പറഞ്ഞു, പഞ്ചാബ് പ്ലെയിൻസിനെ. അപ്പൊ ആ ഒരു ഇൻഡസ് ആൻഡ് ട്രിബ്യൂട്ടറീസില് ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് മക്കളെ? ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ റിവേഴ്സ് ആണ്? ജീലം, ചിനാബ്, രവി, ബീസ് ആൻഡ് സട്ലജ് അല്ലെ. ഈ ഒരു സെക്ഷൻ മെയിൻലി ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത ഡോബ്സ് ആണെന്നും പറഞ്ഞു. ഓക്കെ, പിന്നെ നോർത്തേൺ പ്ലെയിൻ 4 regions ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് പറഞ്ഞു? ഈ റിവേഴ്സ് ഒക്കെ ആഫ്റ്റർ ഡിസെൻഡിങ് ഫ്രം മൗണ്ടെയിൻസ് അവരെന്ത് ഡെപ്പോസിറ്റ് ചെയ്യും? പീപ്പിൾസ് എവിടെ? ഇൻ ദ നാരോ ബെൽറ്റ് ഓഫ് അബൌട്ട് 8 to 16 kilometer വിത്ത് ലൈൻ പാരലൽ ടു ദ സ്ലോപ്സ് ഓഫ് ശിവാലിക്സ്. അതിനെയാണ് നമ്മൾ പറയുന്ന ബാബർ അല്ലെ. എല്ലാ സ്ട്രീംസും ഈ ഒരു ബാബർ ബെൽറ്റിൽ ഡിസപ്പിയർ ആയി പോകുന്നു പറഞ്ഞു. പിന്നെ സൗത്ത് സൈഡ് അത് വീണ്ടും റീഎമേർജ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഫോം ചെയ്ത ഒരു വെറ്റ് സ്വാമ്പി മാഷി ലാൻഡ് ആണ് ടെറേ എന്ന് പറയുന്നത്. ടെറേ എന്ന് പറയുന്ന ആ ഒരു റീജിയന്റെ ഫീച്ചർ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എ തിക്ലി ഫോറസ്റ്റഡ് റീജിയൻ കൺസിസ്റ്റിംഗ് ഓഫ് വൈൽഡ് ലൈഫ് ആണെന്ന് പറഞ്ഞു. പിന്നെ ദ ഫോറസ്റ്റ് ഹാവ് ബീൻ ചാർജ് അല്ലെ, ദ ഫോറസ്റ്റ് ഹാവ് ബീൻ ക്ലിയർഡ്. എന്തിനു വേണ്ടിയിട്ട് ഫോറസ്റ്റ് ക്ലിയർ ചെയ്തത്? അഗ്രികൾച്ചർ, അവിടെ അഗ്രികൾച്ചർ ലാൻഡ് ഫോം ചെയ്യാൻ. ഈ ലാൻഡ് വേറൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? എന്താന്ന് വെച്ചാൽ മൈഗ്രൻസിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മൈഗ്രൻസ് കുറെ പേര് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ വന്നപ്പോ കുറെ അഭയാർത്ഥികൾ വന്നു, അവർക്ക് നിൽക്കാൻ സ്ഥലമില്ല. അപ്പൊ ഈ ടെറൈ ലാൻഡ് അവർക്ക് അത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായി മാറി എന്നാണ് പറയുന്നത്. Okay, the larger part of northern plain is formed of older alluvium. Alluvium ഫോം ചെയ്തിട്ടാണ് അല്ലെ കൂടുതലായിട്ട് ഈ ഒരു നോർത്തേൺ ലാർജർ പാർട്ട് ഫോം ചെയ്യാൻ കാരണം ഓൾഡർ അലൂവിയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇത് എവിടെയാണ് ലൈ ചെയ്യുന്ന? ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് റിവേഴ്സ് ആണെന്ന് പറഞ്ഞു. ടെറസ് ലൈക്ക് ഫീച്ചർ ആണെന്ന് പറഞ്ഞു. ആ ഒരു ഭാഗത്തിന്റെ പേരാണ് നമ്മൾ ബാങ്ക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സോയിൽ, ഈ ഭാഗത്തുള്ള അലൂവിയൻ സോയിലില് ഇറ്റ് ഈസ് കാൽഷീരിയസ് ഡെപ്പോസിറ്റ് ഉണ്ട്. ആ ഒരു ഡെപ്പോസിറ്റിന്റെ പേര് കാൻകർ എന്നാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, ന്യൂവർ ആയിട്ട് വന്ന ഒരു യങ്ങർ ഡെപ്പോസിറ്റ് ഓഫ് സോയിൽ ഇൻ ഫ്ലഡ് പ്ലെയിൻസ് പറയുന്ന പേരാണ് എന്ത്? കാഡർ എന്ന് ഓർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ പറഞ്ഞത്. മെയിൻ ആയിട്ട് നമ്മൾ സോയിൽ ടൈപ്സ്, നോർത്തേൺ പ്ലെയിൻ എങ്ങനെയാണ് ഫോം ചെയ്തത് അല്ലെ. നോർത്തേൺ പ്ലെയിന്റെ ഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് അല്ലെ. അപ്പോ നമ്മൾ അലൂവിയം സോയിൽ ആണ് പറഞ്ഞത് അല്ലെ. അലൂവിയം സോയില്. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് സഹായിച്ചത് ഏതൊക്കെയാണ്? ഇൻഡസ് ആൻഡ്
ട്രിബ്യൂട്ടറീസ് ആ ഒരു ലാർജർ പാർട്ട് ഈ ഒരു നോർത്തേൺ പ്ലെയിൻ ഫോം ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ഏതൊക്കെയാണ് ഇതിന്റെ ട്രിബ്യൂട്ടറീസ്? ഏതൊക്കെയാണ്? ചിനാബ്, പിന്നെ ഏതൊക്കെയാണ്? ജീലാം, ബീസ് അല്ലേ, സറ്റ്ലജ്, അല്ലെ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? അല്ലെ, ഇതിന്റെ ഓൾഡ് ഡെപ്പോസിറ്റും അതേമാതിരി കാൽഷ്യേറിയസ് ഡെപ്പോസിറ്റ് അല്ലെ, കാൽഷ്യേറിയസ് ഡെപ്പോസിറ്റ് ആയിരുന്നു ഈ ഓൾഡ് ഡെപ്പോസിറ്റിൽ ഇതായതെന്ന് പറഞ്ഞു. പിന്നെ അത് ന്യൂലി ഡെപ്പോസിറ്റിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ന്യൂലി ഡെപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇതാണ് നമ്മൾ കാഡർ എന്ന് പറഞ്ഞത്. സോയിൽ ഇൻ ദിസ് റീജിയൻ കണ്ടെയ്ൻസ് കാൽഷ്യേറിയസ് ഡെപ്പോസിറ്റിന്റെ പേരാണ് കാൻകർ. പിന്നെ വന്ന യങ് ഡെപ്പോസിറ്റ് ആണ് കാഡർ എന്നും നമ്മൾ പറഞ്ഞു അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോർത്തേൺ പ്ലെയിൻസിന്റെ കാര്യം. പിന്നെ അതിന് വെസ്റ്റേൺ അല്ലെ, പഞ്ചാബ്, ഹിമാലയ, അങ്ങനെ പല രീതിയിൽ പറഞ്ഞു. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അലൂവിയൻ സോയിലിന്റെ ഫീച്ചേഴ്സ് പറയാ, ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് എങ്ങനെയൊക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാ, പിന്നെ ടെറൈ റീജിയൻ ഫോം ചെയ്തതിനെ കുറിച്ച് പറയാ. അല്ലെ, വെറ്റ് ആയിട്ടുള്ള അല്ലെ, മാഷി ആയിട്ടുള്ള ലാൻഡ് ആണ് അല്ലെ, വെറ്റ് ആയിട്ടുള്ള മാഷി, അത് അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ട് മാറി അല്ലെ. അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ട് മാറി. പിന്നെ ഈ ഒരു ലാൻഡ് എന്തായിട്ട് മാറി? പിന്നെ മൈഗ്രൻസിന് സെറ്റിൽമെന്റിന് വേണ്ടി അല്ലെ, പാർട്ടീഷൻ, ഈ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷനിലുള്ള മൈഗ്രൻസിന് സെറ്റിൽ ചെയ്യാനുള്ള സ്ഥലമായി മാറി അല്ലെ. സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഡ്യൂ ടു ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എല്ലാം ഒന്ന് കവർ ചെയ്ത് പോയിന്നേ ഉള്ളൂ. അപ്പൊ അലൂവിയൻ സോയിൽ, ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് അതിന്റെ ട്രിബ്യൂട്ടറി? ചിനാബ്, ജീലം, ബീസ്, സറ്റ്ലജ്. പിന്നെ ടെറൈ റീജിയൻ, അതും ഒരു ഇമ്പോർട്ടന്റ് ആണ്. വെറ്റ്, മാഷി ലാൻഡ് അല്ലെ. പിന്നെ ആ ബെൽറ്റ് അല്ലെ, ബാങ്ക ബെൽറ്റ്, ആ ഒരു ബെൽറ്റ് അത് ഫോം ചെയ്തിട്ട് പിന്നെ ആദ്യം അവിടെ സ്ട്രീംസ് ഡിസപ്പിയർ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് ആ ഒരു സദേൺ പാർട്ടിൽ അവിടെ എന്ത് ചെയ്തു? സ്ട്രീംസും റിവേഴ്സും ഫോം ചെയ്തിട്ടാണ് ഒരു ടെറൈ റീജിയൻ, വെറ്റ് മാഷി ആയിട്ടുള്ള ഒരു ടെറൈ റീജിയൻ ഫോം ചെയ്തത്. അത് പിന്നെ എന്താണ്? ഒരു വൈൽഡ് ലൈഫ് തിക്ലി ഫോറസ്റ്റഡ് വൈൽഡ് ലൈഫ് ഏരിയ ആണെന്ന് പറഞ്ഞു. അത് പിന്നെ ക്ലിയർ ചെയ്തിട്ട് അഗ്രികൾച്ചർ ലാൻഡ് ആയി. പിന്നെ അവിടെ ആളുകൾ നിൽക്കാൻ തുടങ്ങി, ഇങ്ങനെയുള്ള മൈഗ്രൻസ് നിൽക്കാൻ തുടങ്ങി അല്ലെ, ഡ്യൂ ടു പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം കേട്ടോ. താങ്ക് യു.